നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക, ഇതാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ആണവ പദ്ധതി ഇറാൻ പൂർണ്ണമായി ഉപേക്ഷിക്കണം. ഇറാൻ ഉടൻ തന്നെ കീഴടങ്ങണം. അമേരിക്കയും ഈ യുദ്ധത്തിൽ പങ്കുചേരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രകോപനത്തിന് ഇറാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതികരണം അമേരിക്ക നൽകും. ഇറാനെ ശക്തമായി ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ല. ഒരു വെടിനിർത്തലിനേക്കാൾ മികച്ച ഒരു ഫലത്തിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിൽ നിന്ന് തിരിച്ചെത്തിയ ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കി. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരവസാനമാണ്, യഥാർത്ഥ അവസാനം. ഒരു വെടിനിർത്തൽ ആവശ്യമില്ല. G7 ഉച്ചകോടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് സംഘർഷം ലഘൂകരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന G7 നേതാക്കളുമായി സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ ട്രംപ് വിസമ്മതിച്ചു. വ്യക്തമായ കാരണങ്ങളുള്ളതുകൊണ്ട് തനിക്ക് നേരത്തെ വാഷിംഗ്ടണിൽ എത്തിച്ചേരണമെന്ന് ട്രംപ് അവിടെ പറഞ്ഞു. എയർഫോഴ്സ് വണ്ണിൽ സംസാരിച്ച അദ്ദേഹം വെടിനിർത്തൽ കരാർ എന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ ആശയം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. അത് നടപ്പിലാകാത്ത അഭിലാഷമാണ്. ഇമ്മാനുവൽ മാക്രോണിനെ പബ്ലിസിറ്റി തേടുന്നയാൾ നല്ലയാൾ എന്നൊക്കെ ട്രംപ് വിശേഷിപ്പിച്ചു. പലപ്പോഴും കാര്യങ്ങൾ അദ്ദേഹം ശരിയായി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത്. ഒരു വെടിനിർത്തലിനായി ഇറാൻ പലവഴിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരം. ഖത്തറിനോടും ഒമാനോടുമൊക്കെ ഇറാൻ ഇതിനകം തന്നെ അമേരിക്കയുമായി സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ വെടിനിർത്തലിന് താൻ തയ്യാറല്ല എന്ന നിലപാടാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേലികൾ ഇറാനെതിരായ അവരുടെ ആക്രമണം മന്ദഗതിയിലാക്കുന്നില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ നിങ്ങളത് കണ്ടിരിക്കും, നിങ്ങളത് കണ്ടെത്തും. ഇറാൻ സമ്പൂർണ്ണമായി തകരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രവചിച്ചിരിക്കുന്നത്. ഇനി ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരൊറ്റ ഉത്തരവ് മതി. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഇസ്രായേലിനൊപ്പം പങ്കെടുക്കാൻ അമേരിക്കൻ സേന തയ്യാറാകുന്നുവെന്നാണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത്. US സെൻട്രൽ കമാൻഡ് ഈ യുദ്ധത്തിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ നീക്കത്തെ എതിർക്കുന്ന ചില മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമാണ് പ്രധാനം. അറേബ്യൻ കടലിൽ ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പും 3 ഡിസ്ട്രോയറുകളും USS നെമിറ്റ്സും വരും ദിവസങ്ങളിൽ എത്തുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇസ്രയേൽ ആക്രമണത്തിന് മുൻപ് അമേരിക്കയുമായി ആണവ കരാറിൽ ഒപ്പുവെക്കാത്തതിനെ ട്രംപ് പരിഹസിച്ചത് ഇറാൻ വിഡ്ഢികൾ എന്ന് വിളിച്ചുകൊണ്ടാണ്. G7 ഉച്ചകോടിയിൽ നിന്ന് നേരത്തെ മടങ്ങിയ ഡൊണാൾഡ് ട്രംപ് US-ൽ വിമാനമിറങ്ങി. എയർഫോഴ്സ് വണ്ണിൽ അദ്ദേഹം സംസാരിച്ചു. കഴിഞ്ഞ വർഷം ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ചില ആക്രമണ ശൈലികൾ, അതിലൊന്നായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികളുടെ കയ്യിലിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചത്. സമാനമായ ചില അത്ഭുതങ്ങൾ ഇറാനികൾക്കും ഞങ്ങൾ കരുതി വച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അംബാസിഡർ പറയുന്നു. US-ലെ ഇസ്രായേൽ അംബാസിഡറാണ് ഈ രഹസ്യം വെളിപ്പെടുത്തിയത്. ഇറാനുമേൽ ഇപ്പോൾ ആക്രമണത്തിന്റെ പൊടിപടലം പടർന്നിരിക്കുന്നു. പൊടി ശമിക്കുമ്പോൾ നിങ്ങൾ നിരവധി അത്ഭുതങ്ങൾ കാണും. 100 കണക്കിന് വിദേശ പൗരന്മാർ ഇപ്പോൾ ഇറാനിൽ നിന്ന് അസർബൈജാനിലേക്ക് പലായനം ചെയ്യുന്ന കാഴ്ചയാണ് ഒരു വശത്ത്. ടെഹ്റാനിൽ നിന്ന് കൂട്ടപ്പലായനത്തിന്റെ കാഴ്ചകൾ മറ്റൊന്ന്. ഇപ്പോൾ ഇതാ ഇറാനിലെ ബാങ്കുകൾ പൂർണ്ണമായി നിശ്ചലമായിരിക്കുന്നു. സൈബർ അറ്റാക്കിലൂടെയാണ് ബാങ്കുകൾ നിശ്ചലമാക്കിയത് ഇസ്രായേലിന്റെ മൊസാദ് ആസ്ഥാനത്ത് മിസൈൽ ആക്രമണം നടത്തി എന്ന് IRGC അവകാശപ്പെട്ടു. എന്നാൽ മൊസാദ് ആസ്ഥാനത്തിന്റെ ചിത്രങ്ങളടക്കം ഇസ്രായേൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. പടിഞ്ഞാറൻ ഇറാനിൽ ഇസ്രായേൽ പുതിയ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടു. പല സ്ഥലങ്ങളിലും ഭീതിതരായ ജനങ്ങൾ വീടുകൾ വിട്ടോടുന്ന കാഴ്ച ഇറാനിൽ സർവ്വസാധാരണമാണ്. ഇസ്രായേൽ ട്രാക്ക് ചെയ്യുകയോ ഹാക്ക് ചെയ്യുകയോ ചെയ്യുമെന്ന് ഭയന്ന് ഇറാന്റെ സൈബർ കമാൻഡ് ഉദ്യോഗസ്ഥർ കണക്ട് ചെയ്ത എല്ലാ ഉപകരണങ്ങളും സുരക്ഷാ വിശദാംശങ്ങളുമൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇറാനിയൻ ബാങ്കായ സെഫയുടെ ഓൺലൈൻ സേവനങ്ങൾ സൈബർ ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്നു. രാജ്യത്ത് ATMകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ചില പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇസ്രായേലും ഇറാനും ക്രൂരമായ ആക്രമണങ്ങളിലേക്ക് നീങ്ങുന്നത് ലോകം ഭയത്തോടെ കാണുന്നു. US നിർമ്മിത യുദ്ധവിമാനങ്ങളാണ് ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ടെല്ലവീവിന് മുകളിൽ പരമാവധി എത്തിക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. ഇറാൻ പരമോന്നത നേതാവ് ഖമേനിക്ക് സദ്ദാം ഹുസൈന് സമാനമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. സദ്ദാം ഹുസൈന് സമാനമായ വിധിയാണ് അലി ഖമനേയിയെ കാത്തിരിക്കുന്നത്. യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് തുടരുന്നതും ഇസ്രായേലി സിവിലിയന്മാർക്ക് നേരെ മിസൈലുകൾ വിക്ഷേപിക്കുന്നതും
അലി ഖമനേയിയുടെ ശിക്ഷ വിധിക്കാൻ കാരണമാകും. ഇതിനിടയിൽ തങ്ങളൊരു ദീർഘകാല യുദ്ധത്തിനായി തയ്യാറെടുത്തുവെന്നാണ് ഇറാൻ സൈനിക മേധാവി പറയുന്നത്. പുതിയ ജനറൽ അഹമ്മദ് വാഹദിയാണ് ഇക്കാര്യം പറഞ്ഞത്. അടിയന്തര സാഹചര്യം നേരിടാൻ ഇറാൻ എല്ലാ മെഡിക്കൽ ജീവനക്കാരെയും അവധിയിൽ നിന്ന് തിരിച്ചു വിളിച്ചു. എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും അവധിയിൽ നിന്ന് അടിയന്തരമായി ഡ്യൂട്ടിക്കെത്തണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക തീ ആളിക്കത്തിക്കുകയാണ് എന്ന് ചൈനയുടെ ആരോപണം. യുഎസിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അതിനർത്ഥം ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്ക ഉടൻ പങ്കെടുക്കുമെന്ന്. ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾ ആളിക്കത്തിച്ചുവെന്നാണ് ജോർദാൻ രാജാവ് അബ്ദുള്ള പറഞ്ഞത്. ഇറാനെ കൂടി ഉൾപ്പെടുത്തി ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചതോടെ ഈ യുദ്ധക്കളത്തിന്റെ അതിരുകൾ എവിടെ വരെ എത്തുമെന്ന് പറയാൻ കഴിയില്ല. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടയിൽ തങ്ങളുടെ ആകാശം ആരും സംരക്ഷിക്കുന്നില്ല എന്ന പരിഭവവുമായി ഇറാഖികൾ. ഇറാഖ് വ്യോമമേഖല അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിയന്ത്രണത്തിലാണ്. ഇറാന്റെ അതിർത്തിയിൽ, പ്രത്യേകിച്ച് ഇറാഖി വ്യോമമേഖലയിൽ ശക്തമായ സാന്നിധ്യമായിരിക്കുകയാണ് ഇപ്പോൾ IDF സേന. ഇറാനിയൻ ബാങ്കിന് നേരെയുണ്ടായ സൈബർ ആക്രമണങ്ങൾ ബാങ്കിംഗ്, ഇന്ധന സേവനങ്ങൾ എന്നിവയെ തടസ്സപ്പെടുത്തിയെന്ന് IRGC തന്നെ സമ്മതിച്ചു. നിരവധി വിമാനവേദ മിസൈൽ ലോഞ്ചറുകൾ IDF തകർത്തെറിഞ്ഞു. ഇറാനിലെ പല ഭാഗങ്ങളിലും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. IDFന്റെ ഇന്റലിജൻസ് മേധാവി ഒരു കാര്യം വ്യക്തമാക്കി: ഞങ്ങൾ ഇറാനിയൻ ഭരണകൂടത്തിലേക്ക് കടന്നിരിക്കുന്നു. കൂടുതൽ ലക്ഷ്യങ്ങളിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആരംഭിച്ചു. ഇറാനിയൻ പ്രതിരോധം തകർത്ത് ടെഹ്റാനിലേക്ക് കടക്കാനും ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർമാരെ ആക്രമിക്കാനും ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കി എന്ന് IDF പ്രഖ്യാപിച്ചു. ടെഹ്റാനിൽ വലിയ സ്ഫോടക ശബ്ദങ്ങൾ ഇപ്പോൾ കേൾക്കുന്നു. ഇറാൻ സൈനിക നേതൃത്വം പൂർണ്ണമായി ഒളിച്ചോടുകയാണ് എന്ന വിമർശനങ്ങൾ ഇപ്പോൾ ഇറാനിൽ ശക്തം. ടെഹ്റാനെ പിടിച്ചുകുലുക്കുന്ന വലിയ സ്ഫോടനങ്ങളാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സ്ഫോടനങ്ങളെ തുടർന്ന് നഗരമധ്യത്തിന് മുകളിൽ വലിയ ചാരനിറത്തിലുള്ള പുകപടലങ്ങൾ ഉയരുന്നതായി ഓൺലൈനിൽ പങ്കിട്ട പല വീഡിയോ ദൃശ്യങ്ങളിലും കാണാം. പൂർണ്ണമായി ആണവ മിസൈൽ ഭീഷണികൾ നീക്കം ചെയ്യുന്നതുവരെ IDF ഇറാൻ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന് സീനിയർ ജനറൽ പറയുന്നു. ഇറാന്റെ ആണവ പദ്ധതിയിൽ നിന്നും ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നുമുള്ള ഭീഷണി IDF നീക്കം ചെയ്യുന്നതുവരെ ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കില്ല. നേട്ടം കൂടുതൽ ആഴത്തിലാക്കാൻ തുടർന്നും ആണവ ലക്ഷ്യങ്ങൾ ഞങ്ങൾ ആക്രമിക്കും. ഇതിനിടയിൽ നതാൻസിലെ ആക്രമണം ഫലക്കെട്ടില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നു. നതാൻസിലെ മുകൾ നിലയിലുള്ള കെട്ടിടങ്ങൾ മാത്രമാണ് IDF ആക്രമണത്തിൽ തകർന്നത്. ഭൂഗർഭ അറകളിലുള്ള നിലകൾ സുരക്ഷിതമാണ് എന്ന തലത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. ഇക്കാര്യം IDFും സ്ഥിരീകരിക്കുന്നു. നതാൻസിൽ ഇനി ഞങ്ങൾക്ക് പണി ബാക്കി കിടക്കുന്നതേയുള്ളൂ. ഭൂമിക്കടിയിലുള്ള 3 നിലകളിലായി പരന്നു കിടക്കുന്ന നതാൻസ് ആണവ കേന്ദ്രം തങ്ങൾ പൂർണ്ണമായി തകർക്കുമെന്ന് IDF ഇപ്പോൾ പറയുന്നു. ഓപ്പറേഷൻ അവസാന ഘട്ടത്തിലല്ല, മധ്യഘട്ടത്തിലാണ്. അവസാനത്തോടെ ഇറാനിയൻ ആണവ പദ്ധതിയുടെയും അതിന്റെ മിസൈൽ ശ്രേണിയുടെയും അസ്തിത്വ ഭീഷണി ഞങ്ങൾ ഇല്ലാതാക്കും. ഒരു ഭീകര ഭരണകൂടത്തിനെതിരെയാണ് നമ്മൾ പോരാടുന്നത്. ജനങ്ങളെയല്ല, മെച്ചപ്പെട്ട ഭാവി അർഹിക്കുന്നവരെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. ടെഹ്റാനിലെ നേതൃത്വത്തിനെതിരാണ് ഈ യുദ്ധം. ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളിലും അനുബന്ധ ലക്ഷ്യങ്ങളിലും ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിലും വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളിലും സൈനിക കമാൻഡ് സെന്ററുകൾക്ക് നേരെയും ഇറാൻ ഭരണകൂടത്തിന് നിർണായകമെന്ന് കരുതുന്ന എല്ലാ ലക്ഷ്യങ്ങൾക്ക് നേരെയും ആക്രമണം തുടരുമെന്ന് IDF വ്യക്തമാക്കി. ഇതുവരെ 200-ലധികം ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ ഇസ്രായേൽ ആക്രമണത്തിലൂടെ തകർത്തു. ഇത് ഇറാന്റെ ആയുധപ്പുരയുടെ ഒരു പ്രധാന ഭാഗമാണ് എന്ന് ഇസ്രായേൽ കരുതുന്നു. ഇറാന്റെ രഹസ്യ സൈനിക കമാൻഡ് സെന്ററിൽ ബോംബ് വെച്ചതായും അവിടെ വെങ്കലം വിതറിയതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇറാനിയൻ സൈന്യത്തിലെ ഉന്നതർ ഉപയോഗിക്കുന്ന ഒരു രഹസ്യ കമാൻഡ് സെന്ററിനെ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇറാൻ ഭരണകൂടത്തിന് കീഴിലുള്ള പ്രധാന സൈനിക അടിയന്തരാസ്ഥാനം ഞങ്ങൾ തകർത്തു. ഈ ആക്രമണം ഇറാന്റെ സൈനിക നേതൃത്വത്തിലെ ശേഷിക്കുന്ന അംഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾ ഉറപ്പിച്ച് നടത്തിയ ആക്രമണമാണ്. ഇറാനിലെ ഭീകരരുടെ തലകൾ ഒന്നൊന്നായി ഞങ്ങൾ കൊയ്തെടുക്കും. കമാൻഡ് സെന്ററിന് നേർക്കുണ്ടായ ആക്രമണത്തിലാണ് ഇറാനിലെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറായ മേജർ ജനറൽ അലി ഷദ്മാനി കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ തന്റെ മുൻഗാമിയെ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ ആ സ്ഥാനത്തെത്തിയതായിരുന്നു അദ്ദേഹം. ഇറാൻ ഉദ്യോഗസ്ഥർ ഇന്റർനെറ്റ് ബന്ധിപ്പിച്ച ഉപകരണങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് ഉന്നത നേതൃത്വം ഉത്തരവിട്ടു.
ഇസ്രായേൽ ട്രാക്ക് ചെയ്യുകയോ ഹാക്ക് ചെയ്യുകയോ ചെയ്യുമെന്ന് ഭയന്ന് ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇറാന്റെ സൈബർ സുരക്ഷാ അതോറിറ്റി ഉദ്യോഗസ്ഥരെ പൂർണ്ണമായി വിലക്കി. പടിഞ്ഞാറൻ ഇറാനിൽ ഇസ്രായേൽ ജെറ്റുകൾ വീണ്ടും ശക്തമായ ആക്രമണ പരമ്പരയ്ക്ക് തുടക്കമിട്ടു. ശക്തമായ ആക്രമണങ്ങളുമായി ഇസ്രായേൽ മുന്നേറുമ്പോൾ മറുവശത്ത് മൊസാദ് ആസ്ഥാനം ആക്രമിച്ച് തകർത്തുവെന്ന വാർത്ത ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. തുർക്കി മാധ്യമങ്ങളും സമാനമായ വാർത്ത നൽകുന്നു. മൊസാദ് ആസ്ഥാനം കത്തിയെരിയുന്ന വീഡിയോ എന്ന പേരിലാണ് ചില വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. മറുവശത്ത് ഇസ്രായേലിൻ്റെ F-35 വിമാനങ്ങൾ 1 അല്ല 4 എണ്ണമാണ് വെടിവെച്ചിട്ടത് എന്ന അവകാശവാദവും IRGC മുഴക്കുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിൽ യാതൊരുവിധ സ്ഥിരീകരണവും ഇസ്രായേൽ നൽകുന്നില്ല. F-35 വിമാനങ്ങൾ വെടിവെച്ചിട്ടതിൻ്റെ ഒരു ദൃശ്യമോ ഫോട്ടോയോ പോലും പ്രദർശിപ്പിക്കാൻ ഇതുവരെ IRGCക്കും കഴിയുന്നില്ല. ഇസ്രായേൽ ഇറാൻ യുദ്ധം 5ാം ദിനത്തിലും രൂക്ഷമായി തുടരുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. പരസ്പര അവകാശവാദങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഇറാൻ നഗരങ്ങൾ തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.